കളങ്കാവൽ സിനിമയുടെ പ്രീ റിലീസ് ആ ഡേ അത് എനിക്ക് മാത്രമായിട്ട് ദൈവം തന്നൊരു ദിവസമാണ്. അതെനിക്കറിയാം. അതെൻ്റെ ജീവിതത്തിലൊരു മൊമെൻ്റായിരുന്നു. ഏറ്റവും കൂടുതൽ ശമ്പളമുള്ളത് പോലീസ് ജോലിക്കായതുകൊണ്ട്, അല്ലാതെ ജനിച്ചപ്പോഴും എനിക്കൊരു പോലീസുകാരനാവണമെന്ന് കരുതിക്കൂട്ടി ഞാൻ പോലീസുകാരനൊന്നും ആയതല്ല. ഞാൻ ഈ ചെറിയ പ്രായം മുതൽ സിനിമ ആഗ്രഹിച്ചു കിടന്ന ഒരാൾക്ക് പോലീസല്ല ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാൽ പോലും നമുക്ക് ആഗ്രഹത്തിൻ്റെ പുറകിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുനാൾ മുതലേ വീട്ടിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ ഒരു പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന പിള്ളേർ എന്തിനാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരായിട്ട് 2 സീനേ ഉള്ളൂ, പക്ഷേ അത് ഡയറക്റ്റ് ചെയ്യുന്നത് മറ്റേ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചൂസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നഷ്ടം എനിക്ക് മാത്രമാണ്, അത് മലയാള സിനിമയ്ക്കല്ല. ദുൽഖറും സമന്തയും ആയതുകൊണ്ട് തന്നെ എനിക്കൊരു താല്പര്യമില്ല ചെയ്യാൻ. കാര്യം പാൻ ഇന്ത്യൻ ആക്ടേഴ്സാണ്, ഇവരുടെ കൂടെ നമ്മൾ ചെയ്ത് നിൽക്കത്തില്ല. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരിക്കലും കിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് വളരെ മോശമായിട്ടൊരു ഓഡിഷൻ ചെയ്തു കൊടുത്തു. ഞാൻ തുടങ്ങി, നമ്മൾ മറ്റേ പണ്ട് എഴുതി തുടങ്ങുന്ന പോലെ, സാർ എൻ്റെ പേര് ജിബിൻ ഗോപിനാഥ് എന്നാണ്, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്, ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്നു, സാർ ഇതൊന്ന് കാണണം. അപ്പോൾ എനിക്കത് എന്തായാലും പുള്ളി കണ്ടിട്ടുണ്ടാവും, മോൻ്റെ പരസ്യമല്ലേ. ആ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്നതിനപ്പുറത്തേക്ക് അതെൻ്റെ ദിവസം. അത് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയും, അതെൻ്റെ ദിവസമായിരുന്നു. വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിലുള്ള ആളാണ് ഞാൻ. അച്ഛനൊരു പലചരക്ക് കട ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഈ കടക്കാരനായി അച്ഛൻ വലിയൊരു കടക്കാരനായിട്ട് മാറി, പിന്നെ അത് ക്ലോസായി. നിങ്ങളൊരു നടനാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതായിരിക്കും. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി, ജിബിൻ ഗോപിനാഥ്. ചേട്ടാ, ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. താങ്ക് യു. ഈ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് വളരെ സേഫായൊരു മേഖലയാണ്. പക്ഷെ സിനിമയിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. 1 വർഷത്തോളം സിനിമ ഇല്ലാണ്ടിരിക്കാം. ചേട്ടന് ഏത് നിമിഷത്തിലാണ് പോലീസല്ല സിനിമയാണ് എൻ്റെ വേ എന്ന് തോന്നിയത്? ഞാൻ ആദ്യമായിട്ടൊരു ഓഡീഷന് പോകുന്നത് 8ാമത്തെ വയസ്സിലാണ്. എൻ്റെ 8ാമത്തെ വയസ്സിലാണ്. അപ്പം അന്ന് മുതലേ തുടങ്ങി ഇങ്ങനെ ആ യാത്രയ്ക്ക് ഇടയിൽ കിട്ടിയതാണ് എനിക്ക് പോലീസ് ജോലി. അപ്പോൾ പോലീസ് ജോലിയിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് ഞാൻ കൊണ്ടുപോയി. അതിനോടൊപ്പം സിനിമയ്ക്കുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എടുക്കാവുന്ന ലീവുകളൊക്കെ മാക്സിമം ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തന്നു. ഞാൻ മാക്സിമം ചോദിച്ചു വാങ്ങിച്ചു. ഇതിനപ്പുറത്തേക്ക് ലീവ് ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ലോങ് ലീവ് എടുത്തു. അപ്പോൾ അതാണ് ബാക്കിയുള്ളവരുടെ സൗകര്യവും എൻ്റെ സൗകര്യവും സിനിമാക്കാരുടെ സൗകര്യവും നോക്കിയിട്ടാണ് ഞാൻ അങ്ങനൊരു ലോങ് ലീവിലേക്ക് മാറിയതും പിന്നെ ഇപ്പോൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഈ സേഫ് അത് ഓരോരുത്തരുടെ ചിന്തയല്ലേ. ഗവൺമെൻറ് ജോലി അത്രയും സേഫാണ് ആണ്. പിന്നെ 1 വർഷം വരെ സിനിമ ഇല്ലാതിരിക്കാം ഒന്നൊന്നുമല്ല ചേട്ടാ, ചിലപ്പോൾ 5 വർഷം വരെ സിനിമ ഇല്ലാതിരിക്കും. വേറെ തൊഴിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളതേ ഉള്ളൂ. അതിനങ്ങനെ ഒരു കണക്കൊന്നുമില്ല. 1 കൊല്ലമെന്നോ 2 കൊല്ലമെന്നോ, ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് വരാതിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, നമ്മൾ പൊതുവേ പോലീസുകാരെന്ന് പറയുമ്പോൾ പൊതുവേ ഒരു പരുക്കൻ സ്വഭാവമുള്ള ആൾക്കാരായിട്ടാണ് പോലീസുകാർ. അല്ല, നമ്മൾ പൊതുവേ പറയുന്നത് അങ്ങനെയാണല്ലോ. അല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. പോലീസുകാരെന്ന് പറയുമ്പോൾ ഒരു പരുക്കൻ സ്വഭാവമുള്ള ആൾക്കാരാണ് എന്നുള്ളത്. പക്ഷെ കലാകാരന്മാരിലോട്ട് വരുമ്പോൾ അവർ കുറച്ചും കൂടെ ലോല ഹൃദയമായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടു കേട്ടിട്ടുള്ളതും അങ്ങനെയാണ്. ചേട്ടൻ രണ്ടുമാണ്, പോലീസുമാണ് ഒരു കലാകാരനുമാണ്. ചേട്ടൻ പോലീസിലേക്ക് എത്തിപ്പെട്ടത് സാഹചര്യം കൊണ്ട് എത്തിയതാണോ അതോ ചേട്ടൻ ഇഷ്ടപ്പെട്ട ആ മേഖല തിരഞ്ഞെടുത്തതാണോ? ഈ സാഹചര്യം കൊണ്ടൊന്നും ആർക്ക് പോലീസിൽ എത്താൻ പറ്റില്ല. നമുക്ക് PSC പരീക്ഷ എഴുതി മാത്രമേ എത്താൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. എനിക്ക് ഞാൻ പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് PGക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ അന്നൊരു 6-7 ടെസ്റ്റുകളിൽ ഒരുമിച്ച് കിട്ടി. അത്യാവശ്യം ജനറൽ നോളജൊക്കെ അറിയാമെന്നുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ മത്സര പരീക്ഷയിൽ അന്ന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ശമ്പളമുള്ളത് പോലീസ് ജോലിക്കായതുകൊണ്ട്, അല്ലാതെ ജനിച്ചപ്പോഴും എനിക്കൊരു പോലീസുകാരനാവണമെന്ന് കരുതിക്കൂട്ടി ഞാൻ പോലീസുകാരനൊന്നും ആയതല്ല. പക്ഷേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചെറിയ പ്രായം മുതൽ സിനിമ ആഗ്രഹിച്ചു കിടന്ന ഒരാൾക്ക് പോലീസല്ല ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാൽ പോലും നമുക്ക് ആഗ്രഹത്തിൻ്റെ പുറകിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഞാൻ പോലീസിലായതിനു ശേഷവും ഇതിൻ്റെ പുറകെ നടന്നുള്ളൂ. ഇപ്പോൾ ഈ കലാകാരൻ സോഫ്റ്റാണ്, പോലീസുകാരൻ ഹാർഡാണ് എന്നൊക്കെയുള്ള ചിന്ത ആദ്യം മാറ്റണം. എല്ലാവരും മനുഷ്യരാണ്. സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് ചിലരൊക്കെ, അതിപ്പം പോലീസുകാരനല്ല അതാരായാലും ചിലപ്പോൾ ഹാർഡായിട്ട് പെരുമാറിയെന്ന് വരും. അതൊക്കെ ആ മൊമെൻറ്റിൽ സംഭവിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് പറഞ്ഞില്ലേ, കുഞ്ഞുനാൾ മുതലേ വീട്ടിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ ഒരു പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന പിള്ളേർ എന്തിനാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ ചോദ്യവും.
പോലീസുകാർ ഇങ്ങനെ ഭയങ്കര ഹാർഡാണ് അങ്ങനെ എന്താ സാധാരണ മനുഷ്യരാണ്. അവർക്ക് ഫാമിലിയുണ്ട്, പിള്ളേരുണ്ട്. അവരെയൊക്കെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൊണ്ടുപോകുന്നവരാണ് ഈ പോലീസുകാരൊക്കെ. പിന്നെ ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ മാത്രമല്ല ഇപ്പോഴത്തെ പോലീസുകാരൊന്നും അങ്ങനെയൊന്നുമല്ല. ജനമൈത്രി പോലീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വളരെ കൂളാണ്, വളരെ കാഷ്വലായിട്ട് ഭയങ്കര ഇതായിട്ട്. ഇപ്പോൾ ചെന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ മറ്റേ റിസപ്ഷനല്ലേ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്ന് കയറുന്നില്ലല്ലോ, റിസപ്ഷൻ എന്നല്ലേ ആദ്യം എഴുതി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വനിതാ ഡെസ്ക്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ ചെല്ലാം. ഏത് പാതിരാത്രി ആരെയും വിളിക്കാൻ പറ്റുന്ന പോലീസുകാരല്ലേ? അത്രയും ഹാർഡുള്ള ആൾക്കാരെ എന്തിനാണ് വിളിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു വണ്ടിയില്ലാതെ ഒരു നടു റോഡിൽ ഒരു രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് പെട്ടുപോയി, നമ്മൾ 112 വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചാൽ ആ മൊമെൻറ്റിൽ പോലീസുകാർ എത്തിക്കല്ലേ. പിന്നെ എന്ത് ഹാർഡാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഏറ്റവും സർവീസ് കൊടുക്കുന്ന വിഭാഗമാണ്, ഏറ്റവും ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് പോലീസുകാർ. അപ്പോൾ അവരെ ഇങ്ങനെ ഹാർഡായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലവരാണ്, നല്ല എന്താ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവിധ ഫീലിങ്സുള്ള ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ എനിക്കത് കേൾക്കുന്നതിൽ വിഷമമാണ്. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 47 സിനിമകളോളം ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാം ആയിട്ട്. ചോദിക്കരുത്, ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാറില്ല. കുറച്ച് പടങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഇല്ല 47 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ 72 സിനിമകളിൽ ചേട്ടൻ ഒരു മെയിൻ കഥാപാത്രങ്ങളുടെ ഒപ്പം തന്നെ പോവുകയാണ്. അപ്പോൾ ചേട്ടന് സ്വയം തോന്നിയോ ജിബിൻ ഗോപിനാഥ് എന്നൊരു സിഗ്നേച്ചർ മലയാള സിനിമയിൽ പതിപ്പിച്ചു എന്ന്? ഈ 72 കണക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഏകദേശം കണക്കാട്ടോ. ഇപ്പോൾ 70 ആണോ 72 ആണോ 68 എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല. എന്തായാലും എൻ്റെ എഴുതി വെച്ചേക്കുന്ന ഒരു ഓർമ്മയിലാണ് അത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കൊണ്ട് പറഞ്ഞൊരു ഏതോ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ 72 വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനേക്കാൾ കൂടി കാണണം ഇപ്പോൾ. അത് ഈ പറഞ്ഞ സിഗ്നേച്ചർ കഥാപാത്രങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമല്ല. ഡയലോഗ്സ് പറഞ്ഞിട്ടുള്ള മെയിൻ പോർഷനിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ക്യാരക്ടർ എന്നുള്ള നിലയ്ക്കാണ് ഞാനതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ 72 സിനിമകൾ കൊണ്ട് ജിബിൻ ഗോപിനാഥ് മലയാള സിനിമയ്ക്ക് കീഴടക്കി എന്നുള്ളതൊന്നും എൻ്റെ ഒരു അവകാശവാദമേ അല്ല, ഞാനങ്ങനെ പറയുന്നുമില്ല. പിന്നെ 2023 മുതൽ 23, 24, 25 വർഷങ്ങളിൽ നല്ല ഹിറ്റായ നല്ല നല്ല സിനിമകളുടെ നല്ല നല്ല ക്യാരക്ടറുകളാകാൻ എനിക്ക് പറ്റി എന്നുള്ളത് വളരെ വളരെ എനിക്ക് പേഴ്സണലി സന്തോഷമുള്ളൊരു കാര്യമാണ്. ജിബിൻ ഗോപിനാഥ് എന്നൊരു പേര് കുറേയൊക്കെ ആൾക്കാരിലേക്ക് എത്താൻ സാഹചര്യം ഉണ്ടാക്കിയ സിനിമകളാണ് ഈ വർഷങ്ങളിലൊക്കെ ഉണ്ടായത്. 23-ലെ 2018 എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് റീച്ചായതാണ്. അപ്പോൾ അതിൽ എൻ്റെ ബാസ്റ്റിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്യാവശ്യം ആൾക്കാർ സ്വീകരിച്ചതാണ്. ഒത്തിരി ആൾക്കാർ വിളിച്ച് സംസാരിച്ചിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അത്. അത് കഴിഞ്ഞ് 24 വരുമ്പോഴത്തേക്കും വാഴ, കിഷ്കിന്ധാകാന്ഡം അങ്ങനെ 2 വലിയ മികച്ച സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. 2 സൂപ്പർ ഹിറ്റ് സിനിമകൾ, ഒത്തിരി ചർച്ചയായ സിനിമകളാണ്. അതിൽ 2ലെയും ക്യാരക്ടറുകൾ ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്യപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2025-ൻ്റെ അവസാനമായപ്പോഴത്തേക്കും DSG ഈ പറഞ്ഞ പോലെ കളങ്കാവൽ, ഈ 2 വലിയ സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായിട്ട് മികച്ച 2 ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റിയ സിനിമ. അപ്പോൾ ജിബിൻ ഗോപിനാഥ് എന്നുള്ള പേര് ആൾക്കാരിലേക്ക് എത്തി എന്നുള്ള സന്തോഷമാണ്. ഇത്രയും നാൾ നമ്മളെവിടെയെങ്കിലും കണ്ട പുള്ളി മറ്റേ സിനിമയിലുള്ളല്ലേ, പുള്ളിയുടെ പേര് ഓർമ്മയില്ല എന്നൊരു ഇതിൽ നിന്നും ജിബിൻ ഗോപിനാഥ് അല്ലേ എന്ന് ചോദിക്കുന്നൊരു കുറേ ആൾക്കാരിലെങ്കിലും അങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മളെ മുഖം തിരിച്ചറിയുക എന്നതിനൊപ്പം തന്നെ പേര് കൂടി അവർ പറയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് കുറേയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തിൽ മീൻസ് 2025 തന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാര്യം കൊച്ചു കുട്ടികളൊക്കെ തന്നെ ഇപ്പം വന്നിട്ട് ഞാൻ ചെറിയ പിള്ളേർ ജിബിൻ ഗോപിനാഥ് അല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് സന്തോഷം. ഫോട്ടോ എടുക്കുന്നതിനപ്പുറത്തേക്ക് ആ കുഞ്ഞ് പയ്യൻ വന്നിട്ട് ജിബിൻ ഗോപിനാഥ് അല്ലേ എന്ന് ചോദിക്കുന്നത് എല്ലാവരും സന്തോഷമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാനടക്കമുള്ള പ്രേക്ഷകർ ഒരു സമയത്ത് സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നത് നടനെ നോക്കിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പം മാറി സംവിധായകരെ നോക്കി വരെ സിനിമ കാണാൻ പോകുന്നൊരു ലെവൽ നമ്മുടെ മലയാള സിനിമ എത്തി. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഒരു സിനിമ വരുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ്, സ്ക്രിപ്റ്റ് നോക്കിയാണോ അതോ ഡയറക്ടറെ നോക്കിയാണോ ഒരു സിനിമയെ സമീപിക്കുന്നത്? എൻ്റെ ഈശ്വര, ഞാനിതിന് ഈ മാത്രമൊന്നും എത്തിയിട്ടൊന്നുമില്ല. എനിക്കിപ്പം ഈ കഴിഞ്ഞ വർഷം ചെയ്ത ഈ 2 പടങ്ങളാണ് ആദ്യമായിട്ട് എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് കിട്ടുന്നത്. കളങ്കാവലും എനിക്ക് തോന്നുന്നു DSG. ഈ 2 സിനിമകളിലാണ് എനിക്ക് ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് തന്ന് ചെയ്യുന്ന സിനിമകൾ. അതിനു മുന്നേ വെബ് സീരീസിലൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായ സ്ക്രിപ്റ്റ് എനിക്ക് വായിച്ച് തന്ന് പൂർണ്ണമായ സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് മുന്നേ തന്നെ തന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഈ 2 സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല
എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല നല്ല ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഒരാളിനെ നോക്കിയിട്ടെന്നുള്ളതല്ല, എനിക്കങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഞാൻ സിനിമയെ അന്വേഷിച്ച് നടന്നത് ഒരിക്കലും എൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചൂസ് ചെയ്ത് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് മാക്സിമം എനിക്കൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഞാൻ ഇന്ന ആളുടെ സിനിമയെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്നേതായിരുന്നു പറഞ്ഞ് ഞാൻ ഇരുന്നിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സിനിമകളൊന്നും വരില്ല. എന്നെ ഈ ചെറിയ ചെറിയ വേഷങ്ങളിൽ കണ്ടാണ് ആൾക്കാർ കുറേ പരിചയമായത്. അതിന് പകരമായിട്ട് 2 സീനേ ഉള്ളൂ, പക്ഷേ അത് ഡയറക്റ്റ് ചെയ്യുന്നത് മറ്റേ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചൂസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നഷ്ടം എനിക്ക് മാത്രമാണ്. അത് മലയാള സിനിമയ്ക്കല്ല, എനിക്കാണ് സിനിമ ആവശ്യം. അല്ലാതെ സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇതുവരെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് അവസരങ്ങൾ തരുന്ന എല്ലാവരുടെ അടുത്തും മാക്സിമം ഞാൻ ചെന്ന് തരുന്നത് മീൻസ് ഞാൻ കൂടുതലും ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ളതാണ്. അല്ലാതെ എന്നെ വിളിച്ചിട്ട് ജിബിൻ വന്നത് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അത് വേറൊന്നുമില്ല, അത് നമ്മളോട് അത്രയും സ്നേഹമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അങ്ങനെ തരുന്നത്. കൂടുതൽ പേർക്ക് എന്നെ അറിയില്ല. സോ ഞാൻ അങ്ങോട്ടേക്കൊരു ബന്ധമുണ്ടാക്കി എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ അത്തരം സിനിമകളുടെ ഭാഗമായിട്ടുള്ളത്. ചില ഒരു മെസ്സേജുകളിലൊക്കെ വളരെ പെട്ടെന്ന് ചില ക്യാരക്ടറുകൾക്ക് ആളില്ലാതെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഞാനൊരു ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും അയക്കാറില്ലെങ്കിലും സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചതിൻ്റെ പുറത്തൊക്കെ എനിക്ക് സിനിമ കിട്ടിയിട്ടുണ്ട്. കിഷ്കിന്ദ കണ്ട് എനിക്ക് അങ്ങനെ വന്നതാണ്. ആ പടത്തിൻ്റെ ആദ്യ ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്നത് അതിന് മുന്നേയൊക്കെ ആയിരുന്നു, വളരെ നേരത്തെയാണ്. ആ സമയത്ത് ഞാൻ ദിൻജിത്തിനെയും ബാഹുലിനെയൊക്കെ പോയി കണ്ടിരുന്നതാണ്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ നമുക്കറിയാം ഒത്തിരി ഷോർട്ട് ഫിലിംസൊക്കെ കണ്ടിട്ടുള്ളതാണ്, പിന്നെ ഇത് പാക്ഡാണ്, നമുക്ക് വേറൊരു പടം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ സിനിമ തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുന്നേ ഒരു ഓൺലൈനിൽ ന്യൂസ് വന്നു, ഇങ്ങനെ ഇന്ന ഡേറ്റിൽ തുടങ്ങുകയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാം പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ദിൻജിത്തിനെ മെസ്സേജ് അയച്ചു, ഓൾ ദ ബെസ്റ്റ് മാൻ, നന്നായിട്ട് നല്ലൊരു വിജയം ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. അടുത്ത ഒരു 10 മിനിറ്റിനകത്ത് എനിക്ക് ദിൻജിത്തിൻ്റെ കോൾ വരികയാണ്. കാര്യം ആ മൊമെൻറ്റിൽ ഞാൻ ചെയ്ത ആ ക്യാരക്ടറിൻ്റെ ചെയ്യായിരുന്ന ആൾ വേറൊരു പടത്തിൻ്റെ തിരക്ക് കാരണം ഇങ്ങനെ പോയിട്ട് നീ ആരെ വയ്ക്കും എന്നുള്ളതിരിക്കുമ്പോഴാണ് എൻ്റെ ഈ ഒരു മെസ്സേജ് അവിടെ ചെല്ലുന്നത്. സോ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സിനിമകളൊക്കെ വരുന്നത്. അതൊരു അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ന ആളിൻ്റെ പടത്തിൽ ഞാൻ ചെയ്യൂ എന്നുള്ള വാശിയൊന്നും എനിക്ക് ഇല്ല. എനിക്ക് കിട്ടുന്നത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെയും ഞാനത് ഇതാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് സിനിമ കിട്ടിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഡേയ്സിനെ കണ്ടിറങ്ങിയ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, കൊടുമൺ പോറ്റിയും മധുസൂദനം പോറ്റിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി രാഹുൽ സദാശിവൻ എന്തെങ്കിലും ഒരു ഐഡിയ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു? വർഷയ്ക്ക് എന്താ തോന്നിയത്? എനിക്കുണ്ടെന്നാണ് തോന്നിയേക്കുന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ, അതല്ലേ നല്ലത്. അങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ എനിക്കും നല്ലതാ. അത് ഞങ്ങൾ ഇപ്പോൾ മമ്മൂക്കാടെ ക്യാരക്ടർ, ഇപ്പം എൻ്റെ ക്യാരക്ടർ, അപ്പോൾ ഈ 2 ക്യാരക്ടർ തമ്മിൽ ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കുടുംബക്കാരായി. ഇതിലും വലിയൊരു ഭാഗ്യമുണ്ടോ? അപ്പോൾ എന്തായാലും അല്ല, ഡയറക്ടറിനോട് ഇത് ഞാൻ സിനിമയുടെ സമയത്ത് ചോദിച്ചില്ലെങ്കിൽ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ഇത് തന്നെയാണ് ചോദിച്ചത്, എന്ത് തോന്നുന്നു? ഇപ്പം ഞാൻ പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ഡയലോഗ്സ് ആ സിനിമയിൽ പറയില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യത്തിന് മുമ്പ് ഒരു റീൽ ആദ്യം നമുക്ക് കാണാം. സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. വിക്രം സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേരി എന്ന് പറയുന്ന ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവിച്ചു. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തായിരുന്നു ആ വലിയൊരു എസ്? അതിപ്പോഴും ആ ഫോണിലുണ്ടോ? ആ എസ് എന്തായിരുന്നു മമ്മൂക്ക് അയച്ചു കൊടുത്ത ആ എസ്? ഞാൻ നല്ല ചോദ്യം, കൊള്ളാം. വേറെ ഒന്നുമില്ല, അത് ഈ പറഞ്ഞ പോലെ ഫോൺ പേയുടെ പരസ്യമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. സാധാരണ ഒരു പരസ്യം ഹിറ്റാകുക എന്നുള്ളത് ഭയങ്കര ലക്കാണ്, അത് ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് ആ പരസ്യത്തിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരു താല്പര്യവുമില്ലാതെ ചെയ്തു കൊടുത്തൊരു ഓഡിഷൻ, അതിൽ ഞാൻ സെലക്ട് ആയതാണ്. ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരുടെ പിക്ക് അവർ നോക്കിയിട്ടാണ് അവസാനം എന്നെ സെലക്ട് ചെയ്യണത്, എൻ്റെ ഒരു ഓഡിഷൻ ചെയ്യിക്കുന്നതും.
ദുൽഖറും സമന്തയും ആയതുകൊണ്ട് തന്നെ എനിക്കൊരു താല്പര്യമില്ല ചെയ്യാൻ. കാര്യം പാൻ ഇന്ത്യൻ ആക്ടേഴ്സാണ്, ഇവരുടെ കൂടെ നമ്മൾ ചെയ്ത് നിൽക്കത്തില്ല. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരിക്കലും കിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് വളരെ മോശമായിട്ടൊരു ഓഡിഷൻ ചെയ്തു കൊടുത്തു. കാര്യം എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്നുള്ളതുകൊണ്ടാണ്. അവരമ്മാതിരി ആക്ടേഴ്സാണ്. സോ അപ്പോൾ കാശ്മീർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലൊരു രാഖേന്ദ് എന്ന് പറഞ്ഞിട്ട് അവൻ അതിനൊക്കെ ശേഷമാണ് എന്നോട് ഫ്രണ്ട് ആകുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഏജൻസിയാണ്, കാസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ ഇങ്ങനെ എൻ്റെ ഫോട്ടോ അവർ സെലക്ട് ചെയ്തതിനു ശേഷം ഇവരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, ചേട്ടാ അതൊന്ന് അയച്ച് ഞാൻ പറയും എന്തിനാണ്, ഒരു ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുക. അവസാനം ഞാൻ ചെയ്തു. അത് ഞാൻ ഒരു ഡ്യൂട്ടി കടയിലാണ്, പോലീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി കടയിലങ്ങ് ചെയ്തൊക്കെ കൊടുത്തു. സ്പോട്ടിൽ തന്നെ റിപ്ലൈ വന്നു, എന്ത് മോശമായിട്ടാ ചെയ്തേക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഞാൻ പറയട്ടെ ഇതെനിക്ക് കിട്ടില്ല, എനിക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ്. പക്ഷെ ഇവർ ഇതിനോടൊപ്പം ഞാൻ കോവിഡ് ടൈമിൽ പോലീസിന് വേണ്ടി ചെയ്തൊരു ഒരു 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 വീഡിയോ ഉണ്ടായിരുന്നു. ഒരു എന്താ പേടി വേണ്ട ജാഗ്രത മതി എന്നുള്ളത്, ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. ഇതും കൂടെ ഇവരെ എടുത്ത് ആഡ് ചെയ്തിട്ടു, അതിൻ്റെ കൂടെ മെയിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നെന്ന് പറഞ്ഞ് പുള്ളി ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ആ വീഡിയോയാണ്. പക്ഷേ പകരം ഞാൻ ചെയ്ത ഓഡിഷൻ വീഡിയോ ആയിരുന്നെങ്കിൽ ഞാൻ ആ ആഡിലില്ല. പക്ഷേ പുള്ളി ഓപ്പൺ ചെയ്ത ഫസ്റ്റ് വീഡിയോ എന്നുള്ളത് എൻ്റെ ആ വീഡിയോ. അപ്പോൾ പുള്ളി അതിൽ തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അത് പുള്ളിക്ക് ഓക്കെയാണ്. പുള്ളി ഉദ്ദേശിച്ച ഒരു കോമിക്കലി ഒരു സാധനം പുള്ളിയുടെ മുഖത്ത് വരണം. അപ്പോൾ ആ വീഡിയോയിൽ ഈ സാധനം ഉണ്ട്. പുള്ളി ഓഡിഷൻ വീഡിയോ നോക്കിയില്ല. അത് രണ്ടാമത് ചിലപ്പോൾ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളി എടുക്കില്ലായിരുന്നു. സോ അങ്ങനെ ഞാൻ അതിലേക്ക് എത്തിയതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇറങ്ങി. അപ്പോൾ ഞാനിത് ഹനീഫ് എന്നോട് ഭയങ്കര എനിക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഹനീഫ് അദ്ദീനി. അപ്പോൾ അദ്ദേഹം അതിന് ഈ ആഡ് അയച്ചു കൊടുത്തു. ഒരു സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇത് മമ്മൂക്കൊക്കെ അയച്ചു കൊടുത്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്താ അയക്കാത്ത? ഞാൻ പറഞ്ഞ് എനിക്ക് സാറിന് പരിചയമില്ല, എനിക്ക് അങ്ങനെ എനിക്കറിയില്ല, ഇങ്ങനെ ഒന്നുമില്ല, ഞാൻ നമ്പർ തരാം, നീ അയക്കുക, ഇതൊന്ന് അയക്കണം, നീ ആരാന്ന് പറഞ്ഞ് നീ അയക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാൻ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇതെന്ത് എഴുതണം. അപ്പോൾ ഞാൻ തുടങ്ങി, നമ്മൾ പണ്ട് എഴുതി തുടങ്ങുന്ന പോലെ, സാർ എൻ്റെ പേര് ജിബിൻ ഗോപിനാഥ് എന്നാണ്, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്, ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്നു. അല്ല, പോലീസിൽ ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. ഞാനിങ്ങനെ ഇങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫോൺ പേയുടെ പരസ്യത്തിൽ ദുൽഖറും സമന്തയുമാണ്. അപ്പോൾ ദുൽഖറിനോടൊപ്പം ആ നിൽക്കുന്ന പോലീസുകാരൻ ഞാനാണ് സാർ, ഇത് സാർ ഇതൊന്ന് കാണണം. അപ്പോൾ എനിക്കറിയാം എന്തായാലും പുള്ളി കണ്ടിട്ടുണ്ടാവും, മോൻ്റെ പരസ്യമല്ലേ നല്ലതല്ല. അപ്പം കണ്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വലിയ പാരഗ്രാഫ് എഴുതി, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്കറിയില്ല ഇവർക്ക് എന്താണ് ഇതെന്നുള്ള അറിയാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ച് അങ്ങ് വിട്ടതാണ്. എനിക്ക് റിപ്ലൈ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സീരിയസ്ലി ഇത് അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ നമ്മളെ മെസ്സേജ് നോക്കേണ്ട ആവശ്യമില്ല. കാര്യം സേവ്ഡ് നമ്പറല്ല, ഇദ്ദേഹം നോക്കുമല്ലോ എന്നുള്ള ഒരു ഉറപ്പില്ല, മൈൻഡ് ആക്കുമോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നോക്ക് അയച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തമ്പ് സൂപ്പറായിട്ടെന്നുള്ള ഇങ്ങനെ ഇത് തന്നു. അപ്പോൾ അതാണ് ഞാനന്ന് അവിടെ പറഞ്ഞത്, ഒരു എസ്സേ ഞാൻ എഴുതി വിട്ടു എന്നുള്ളത്. തീർച്ചയായിട്ടും അന്ന് അതാ ഞാൻ പറഞ്ഞ. ഇപ്പോൾ സാറിന് ഇപ്പോൾ അയക്കുന്നതിനെല്ലാം സാർ റിപ്ലൈ തരുമല്ലോ, അതൊക്കെ തന്നെ കാര്യം. ഇപ്പോൾ സാറിന് നന്നായിട്ട് അറിയാം നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷെ ആദ്യമായിട്ട് ഇപ്പം നമ്മളെ പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മളത് പെർഫോം ചെയ്ത് അത് അദ്ദേഹം പറഞ്ഞു. അതാണ് ആ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്നതിനപ്പുറത്തേക്ക് അതെൻ്റെ ദിവസം. അത് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പറയും, അതെൻ്റെ ദിവസമായിരുന്നു. കളങ്കാവൽ സിനിമയുടെ പ്രീ റിലീസ് ആ ഡേ, അത് എനിക്ക് മാത്രമായിട്ട് ദൈവം തന്നൊരു ദിവസമാണ്. അതെനിക്കറിയാം, അതങ്ങനെ സംഭവിച്ചു. അതിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ മൊമെൻറ്റ് എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ പറയണമെന്നോ, അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ അതിനുശേഷം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ചെന്നതിന് ശേഷം എല്ലാവരും വന്ന് സാറിങ്ങനെ പറയും. കാര്യം ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല, ഈ അവിടെ ഭയങ്കര എക്കോയും എന്താ പറയുക ക്ലാരിറ്റി ഉണ്ടാവില്ല. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, നല്ലതാണ്, കാര്യം ചേർത്ത് നിർത്തിയാണ് പറയുന്നത്. ആ സംസാരത്തിനിടയ്ക്ക് 4 തവണ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞാൻ ആ തുടക്കത്തിൽ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, സാറിനെ പറ്റി പറയണോ, സിനിമയെ പറ്റി പറയണോ, ഇവിടെ തുടങ്ങണോ, കാര്യം എനിക്ക് സ്റ്റേജിൽ പോകണ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ പെട്ടെന്ന് ആദ്യം തുടങ്ങിയപ്പോൾ അയ്യോ ഈ ഒരു അങ്കലാപ്പിലായിപ്പോയി. അപ്പം എങ്ങനെ അതാണ് സാർ അവിടെ തുടങ്ങിയിട്ട് തന്നു. പിന്നെ ഭയങ്കര കൂളായിട്ട് സൈഡിൽ ചെന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റി. കുറേ അല്ലെങ്കിൽ സാറിനോട് നന്നായിട്ട് സംസാരിക്കുന്നതാണ്, പക്ഷേ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. പക്ഷെ അതിനെ സാറ് ഭയങ്കരമായിട്ട് എന്നെ ബാലൻസ് ചെയ്ത് എന്നെ തിരിച്ചവിടെ എൻ്റെ മൈൻഡൊക്കെ സെറ്റാക്കി ഭയങ്കര കൂളായിട്ട് തമാശയൊക്കെ പറഞ്ഞു. പിന്നെ ഒരു മൂലയ്ക്ക് പിന്നെ ഫുള്ളുണ്ടായിരുന്നു അവിടെ നിന്ന്. അതെൻ്റെ ജീവിതത്തിലൊരു മൊമെൻ്റായിരുന്നു അത്. എനിക്കത് ഇപ്പം തന്നെ എനിക്കത് എല്ലാത്തിനും ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും അതെൻ്റെ ദിവസമായിരുന്നു.
ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് പറയുന്നുണ്ട് മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ ഒരു പേടിയുണ്ട്, ഒരു മമ്മൂക്ക പേടിയുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ റീല് കണ്ട പോലെ തന്നെ ചേട്ടനിലും ആ ഒരു ടെൻഷൻ എന്താ ഏതാണെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ചേട്ടനും ആ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ ചേട്ടൻ ഈ മമ്മൂക്ക പേടി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ശരിക്കും ഫീൽ ചെയ്തത്? എനിക്കങ്ങനെ മമ്മൂക്ക പേടിയില്ല, അങ്ങനെയല്ല എനിക്ക് അവിടെ സംഭവിച്ചത്. നെഗറ്റീവായിട്ടുള്ളതല്ല. അല്ല, എനിക്ക് മനസ്സിലായി, പേടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു ഓറയുണ്ട് ഇദ്ദേഹത്തിന്. യെസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാം അങ്ങ് പോവും. ആ ആ ഒരു എന്താ ഏതാന്നുള്ള, പക്ഷേ ഒരു 2 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് ക്ലിയറായി വരും. പക്ഷേ ആ തുടക്കത്തിലൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറയിൽ നമ്മൾ അങ്ങ് എന്ത് ചെയ്യാനാ, നമ്മളങ്ങ് മെൽറ്റായി പോവും. അവിടെ നമ്മൾ ഒന്ന് അത് പിന്നെ എന്താ ആ ഒരു മൂഡിലേക്ക് പോകും. അതിപ്പോൾ ഷൂട്ടിനാണെങ്കിൽ പോലും അദ്ദേഹം വരുമ്പോഴത്തേക്കും ഇപ്പം അയ്യോ നമുക്ക് വരുന്നു പെട്ടെന്ന് എല്ലാവരും ശാന്തമാവുന്നു. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ പക്ഷേ അഭിനയിക്കുമ്പോഴും നമ്മൾ തുടക്കത്തിൽ എൻ്റെ ടെൻഷനായിരുന്നത് ചേട്ടാ ഞാനിനി തിരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കോംബോ ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെയാണ് ടെൻഷൻ. അപ്പം എൻ്റെ ഡയലോഗ് തെറ്റിയിട്ട് ഇനി റീടേക്ക് പോകേണ്ടി വരും, എത്ര റീടേക്ക് പോകും, അങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷനും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ആദ്യത്തെ ഒരു ദിവസമൊക്കെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് എന്നും കാണുന്നു, വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കുന്നു, പല കാര്യങ്ങളും പറയുന്നു. അപ്പം നമ്മൾ വളരെ കൂട്ടാകുമ്പോൾ അല്ലെങ്കിൽ വളരെ അടുപ്പമാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആവും. പിന്നെ അങ്ങനെയായിരുന്നു. പിന്നെ ആ ഒരു ഈ പറഞ്ഞ ഏത് ദിവസമായാലും സ്റ്റാർട്ടിങ്ങിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഓറയിൽ നിൽക്കുന്ന ഒരു ടൈമിലുള്ളൊരു സാധനം അത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് മാറും. അതങ്ങനെയാണ്. ഓക്കെ. ദുൽഖർ സൽമാൻ, പ്രണവ്, ഇപ്പോൾ വിസ്മയ മോഹൻലാൽ, ഇപ്പോൾ വലിയ സ്റ്റാർസിൻ്റെ മക്കളുടെ കൂടെയാണ് ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ ആ ഒരു ജേണി എങ്ങനെയുണ്ട്? ഇത് ഈ പറഞ്ഞത് അതൊരു നല്ലൊരു സംഭവം. കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മലയാള സിനിമയിൽ ഒരു റെക്കഗ്നിഷൻ തന്നത് എനിക്ക് തോന്നുന്നു ഈ 2 മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ടേഴ്സിൻ്റെയും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയോടൊപ്പമാണ്. കാര്യം ഈ ഫോൺ പേ എന്ന് പറയുന്ന പരസ്യമാണ് എന്നെ പെട്ടെന്ന് ഇവിടെ ഭയങ്കരമായിട്ട് രീതിയിൽ ശ്രദ്ധിക്കപ്പെടുത്തിയൊരു സിനിമാക്കാർക്ക് ശ്രദ്ധിക്കപ്പെടുത്തിയൊരു പരസ്യം. അതിൽ ദുൽഖറായിരുന്നു. അത് കഴിഞ്ഞ് DSERA വരുമ്പോൾ അത് പ്രണവിനോടൊപ്പമാണ്. അപ്പോൾ ഈ മമ്മൂട്ടി സാറിൻ്റെയും ലാൽ സാറിൻ്റെയും രണ്ടുപേരുടെയും മക്കളോടൊപ്പം ചെയ്തപ്പോൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം മായയോടൊപ്പം തൊട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ DSERA കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നേരെ ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ മീൻസ് ഇപ്പോൾ റിലീസിന് ശേഷം ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഇവരെല്ലാം കറക്റ്റ് ഈ ഒരു ഇവരോടൊക്കെ അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരോടും കൂടെ ചേർന്ന് നല്ല വേഷങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പൊതുവെ പ്രണവിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. മോശമായിട്ടാണോ? അല്ലല്ല അല്ലല്ല പറയുന്നൊരു കാര്യമാണ്, സിനിമ ഷൂട്ടിങ് കഴിഞ്ഞാൽ പുള്ളിയുടെ വഴിക്കാണ്, പുള്ളിയുടെ യാത്രകൾ, പുള്ളിയുടെ ജീവിതം അങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ DSERA കഴിഞ്ഞതിൻ്റെ ശേഷം പ്രണവായിട്ട് കോണ്ടാക്റ്റോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും. സിനിമയ്ക്ക് ശേഷം 1-2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് ലാൽ സാറിൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത് 3 ദിവസവും ഞാൻ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. സോ വളരെ അടുപ്പമുള്ള ആളാണ്, നല്ല കൂട്ടാണ്. പിന്നെ ഈ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് മെസ്സേജ് ചെയ്താൽ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് എനിക്ക് റിപ്ലൈ വരുന്നു, അത്രയേ ഉള്ളൂ. കാര്യം പുള്ളി അങ്ങനെ മൊബൈലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. മീൻസ് അത് എടുക്കും, കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്ലൈ തരും. അത് എവിടെയാണെങ്കിലും അങ്ങനെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, എന്നെ പോലെയും ഇപ്പോൾ വർഷയെ പോലെയൊക്കെ ഒരു സാധാരണക്കാരൻ മനുഷ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ലൊരു വ്യക്തി, നല്ലൊരു കൂട്ടുകാരൻ, അത്ര തന്നെ. ഓക്കെ. DSERAയിൽ ചേട്ടൻ്റെ ഒപ്പം തന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞ മറ്റൊരു കഥാപാത്രമായിരുന്നു ജയാക്കുറുപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയായിട്ടുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ? ചേച്ചി നമ്മളൊക്കെ ഈ പറഞ്ഞ സിനിമ അന്വേഷിച്ച് അല്ലെങ്കിൽ സിനിമയുടെ പുറകെയുള്ള ഈ യാത്രയിൽ ചേച്ചി ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ എക്സ്പീരിയൻസിൻ്റെ സകലമാന പവറും ചേച്ചി ആ സീനിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഭയങ്കര നമ്മൾ ലൈവ് കണ്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ കൈയടിച്ചു പോയി. ഭയങ്കര രസമായിട്ടാണ് ചേച്ചി ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ആ സ്റ്റണ്ടൊക്കെ ചെയ്തേക്കുന്നത്. വളരെ ചേച്ചി പോലെ വ്യക്തി ഇങ്ങനെ ആ റൂമിൽ ഇങ്ങനെ ഓടി നടന്ന അടിയും വെട്ടും കുത്തൊക്കെ ആയിട്ട് ആ പവർ കാണാം, എനർജിയാണ്, ഭയങ്കര എനർജിയിലൊക്കെ വന്നിട്ട് അത് ചേച്ചിയുടെ എക്സ്പീരിയൻസാണ്. വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്, മീൻസ് ഒരു ചേച്ചിയാണ്, ഇടുക്കിക്കാരിയാണ്, ആ ഒരു നാടിൻ്റെ നന്മയൊക്കെ ഉള്ളൊരു ആളാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, നല്ല ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചേച്ചി. ഭയങ്കര ജെന്യൂനായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. ഭയങ്കര കംഫർട്ടാണ് ചേച്ചിയോട് ചെയ്യാൻ. ചേച്ചിക്ക്
ഏത് ക്യാരക്ടറായാലും ചേച്ചി അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എപ്പോഴും ഈ കോ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു മോശമല്ലാത്തൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ മാത്രമേ എൻ്റെ അപ്പുറത്തേക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ചേച്ചി ആയാലും ഇപ്പോൾ അരുൺ അജ്ജികുമാറല്ലേ നമ്മുടെ ഡി എസ് സീരിയലിൽ തന്നെ, അരുണാവട്ടെ, പ്രണവിൻ്റെ കാര്യം പറയണ്ട, പ്രണവ് ഓൾറെഡി നല്ലൊരു ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഈ ആ പടമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും പെർഫോമേഴ്സ് ആയിരുന്നു. അപ്പോൾ അരുണിൻ്റെയൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, ഒരു 3 സീനേ കണ്ടേ ഉള്ളൂ, 3-4 സീനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 4 സീൻ കൊണ്ട് അവൻ പ്രൂവ് ചെയ്യുകയാണ്, അവൻ ഗംഭീര ആർട്ടിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം നമ്മൾ എടാ അരുണെ ഇങ്ങനെ നമ്മൾ ഭയങ്കര കൂട്ടായിട്ട് വന്നിട്ട് എല്ലാവരും സെറ്റിൻ്റെ തന്നെ പ്രത്യേകം അതെനിക്ക് തോന്നുന്നു. രാഹുൽ സദാശിവൻ എന്ന് പറയുന്നൊരു മജീഷ്യനാണ്. പുള്ളിക്ക് നമ്മൾ ടൂളായിട്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ കൊണ്ട് എന്തും ചെയ്യിക്കും. അവിടെ വേറെ ഒന്നും നോക്കണ്ട, ഭയങ്കരമായിട്ട് അങ്ങ് നമ്മളങ്ങ് എക്സ്പ്ലോർ ചെയ്തില്ലേ പുള്ളി. വെറുതെ നിന്ന് കൊടുത്താൽ മതി. അത് പടം ഹൊററാണെങ്കിൽ പോലും പുള്ളി ഇങ്ങനെ ആ മൊമെൻറ്റിൽ ഹൊറർ മൂഡ് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ ആ സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ ചില്ലാണ് എല്ലാവരും. അടുത്ത ടേക്ക് അല്ലെങ്കിൽ അടുത്ത ഷോട്ടിലേക്ക് കയറുന്ന നേരത്ത് മാത്രം നമ്മളെ എന്നെ പോറ്റിയാക്കിയാൽ മതി, പ്രണവിനെ പിന്നെ റോഹനാക്കിയാൽ മതി, അരുണിനെ കിരൺ അല്ലേ കിരണാക്കിയാൽ മതി, ചേച്ചിയെ ക്യാരക്ടറാക്കിയാൽ മതി. ഇത് മതി, അപ്പോഴേ ആവുള്ളൂ എല്ലാവരും. അതുവരെ ഭയങ്കര ചില്ലാണ്. സെറ്റ് ഭയങ്കര രസമാണ്. ഹൊറർ മൂഡാണ് സിനിമയെങ്കിലും സെറ്റ് എന്ന് പറഞ്ഞാൽ വൻ അടിച്ചുപൊളി സെറ്റാ. അതായത് സിനിമയുടെ അത്ര സീരിയസ് അല്ല ലൊക്കേഷനിൽ, അല്ല സിനിമയുടെ ഷോട്ടിൽ ഭയങ്കര സീരിയസാ. ആ ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ നമ്മൾ അതിൽ നിന്ന് ഇറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇങ്ങനെ ഒരു ഡാർക്ക് സ്റ്റോറിയുള്ളൊരു കഥയിൽ സാധാരണഗതിയിൽ നമ്മൾ ഡാർക്ക് സ്റ്റോറി ആണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നെഗ്ഗായിരിക്കും. ആരും നെഗ് അടുപ്പിക്കില്ല ആരെയും. ആ നെഗ് കൊണ്ട് നമുക്ക് റൂമിലേക്ക് പോകണ്ട ഷൂട്ട് കഴിഞ്ഞിട്ട്. ഭയങ്കര രസമാണ്. അങ്ങനെ പോയൊരു ചിൽ സെറ്റായിരുന്നു ഡി എസ് സീറയുടെ അടുത്ത്. ഭയങ്കര എനിക്ക് അത് ഭയങ്കര ഒരു 28 ഡേയ്സിലാട്ടോ ഷൂട്ട് തീർന്നത്. ഈ ഒരു പടം വെറും 28 ദിവസം കൊണ്ട് തീർന്നൊരു സിനിമയാണ്, പല ലൊക്കേഷനിലായിട്ട്. സമ്മതിച്ചു കൊടുത്തേ ഉള്ളൂ. കാര്യം പുള്ളി പ്ലാൻ ചെയ്ത് ഇന്നിപ്പോൾ ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ട് പറയുന്നതല്ലേ ഉള്ളൂ. ഇപ്പം ഡയറക്ടറെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ രാഹുൽ ഇപ്പം ഇന്ന് പ്ലാൻ ചെയ്ത സീൻ ഇപ്പോൾ 2 സീൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 സീനും ഒരു ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്ത് തീരുകയാണ്. ഇപ്പോൾ രാവിലെ 7 മണിക്ക് നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ 11:30-12 മണിയായപ്പോഴത്തേക്ക് ഈ 2 സീൻ എടുത്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ സീൻ അവിടെ എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അവിടെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വേറെ ദിവസത്തെ പ്ലാൻ ഉണ്ട് അത് ഇന്ന് എടുക്കാനുള്ള അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പാക്കപ്പ് വിളിക്കും. വളരെ അമ്മാതിരി ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ഒരു അടിപൊളി മനുഷ്യൻ. ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളിയാ, ചിൽ. കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന റൂമറാണ് കണ്ണൂർ സ്ക്വാഡ് 2 വരുന്നു എന്നുള്ളത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരറിവുണ്ടോ? അതുള്ളതാണ് ആ റൂമർ. ഞാൻ കണ്ണൂർ സ്ക്വാഡിൽ ഒരൊറ്റ സീനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ സ്ക്വാഡ് 2-നെ പറ്റി എനിക്കൊരു അറിവില്ല. അതിൻ്റെ ഒരു കോർ ടീമിലല്ല ഞാൻ. ഇപ്പം മമ്മൂട്ടി സാറിന് അറിയായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ റോബിക്കും റോണിക്കും അറിയായിരിക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ആർക്കെങ്കിലും അറിയുമെന്നുള്ളത് എനിക്കറിയില്ല, അതിനെപ്പറ്റി ധാരണയില്ല. ഓക്കെ, ചേട്ടനിപ്പോൾ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ സിനിമയിലെ ലൊക്കേഷനിലെ വിശേഷവും എങ്ങനെ, സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, അവിടുത്തെ ഒരു വിശേഷം? പടം ബാക്കപ്പായി. എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞാൽ അങ്ങനെ നെടുനീളൻ ക്യാരക്ടറൊന്നും അല്ല. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ആ ക്യാരക്ടറിനെ അല്ലെങ്കിൽ എൻ്റെ സീൻ മറക്കാൻ പറ്റില്ല. എനിക്ക് ഒരു റീസണുണ്ട്, അതെന്താണെന്നുള്ള കണ്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ എനിക്കങ്ങനെ ആരോട് കൂടിയാണ് കോംബോ എന്ന് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഞാനത് പറയുന്നുമില്ല. അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കുന്നതായിരിക്കും രസം. അത് എന്താണ് അതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നതെന്നുള്ളത് അതിഭീകരമായിട്ട് എനിക്ക് സീൻസ് ഒന്നും ഇല്ല കേട്ടോ, അത് തുറന്നു പറയാം. പക്ഷേ ആ പടത്തിലെ ആ പടത്തിൽ എൻ്റെ അതൊരു സംഭവമാണ്, അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഡി എസ് സിറയ്ക്കും കളങ്കാവലിന് ശേഷം ജിബിൻ ഗോപിനാഥ് എന്നുള്ള ആക്ടറിനെ ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു സിനിമയിലായിരിക്കാം. അതെനിക്കറിയില്ല, അത് ആൾക്കാരത് എങ്ങനെ പറയുന്നു എനിക്കറിയില്ല അത് കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. സിനിമയിൽ എത്തിപ്പെടാൻ മോഹിച്ചൊരു പോലീസുകാരനാണ് ചേട്ടൻ. അവസാനം പരിശ്രമങ്ങൾക്കൊടുവിൽ ആ ശ്രമത്തിലെത്തി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ കൂട്ടുകാരായാലും വീട്ടുകാരായാലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കൂടെ അങ്ങനെ സപ്പോർട്ട് നിന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? തുടക്കത്തിലേ പറഞ്ഞോട്ടെ, എനിക്ക് സിനിമയിൽ എത്തി എന്നൊരു ധാരണ ഈ നിമിഷം വരെ ഇല്ല. അതെൻ്റെ എളിമയെന്നോ എൻ്റെ അതെന്നോ സിംപ്ലിസിറ്റി എന്നൊന്നും പറയണ്ട. കാര്യം ഞാൻ ഒരിക്കലും ഒരു
പ്രത്യേകിച്ച് ഒരു പോയിന്റ്, സിനിമ എന്ന് പറയുന്ന ഇന്നൊരു പോയിന്റിൽ എത്തണം, അല്ലെങ്കിൽ അതാണ് എൻ്റെ പോയിന്റ് എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരാളല്ല ഞാൻ. ഇതിനൊരു ഇൻഫിനിറ്റി ഇങ്ങനെ ഒരു സാധനമാണ്. എനിക്കതിലൊരു എൻഡില്ല, ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളേ ഉള്ളൂ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് അതാ. സിനിമയ്ക്ക് അങ്ങനെ ഒരു ഇന്ന പോയിന്റിൽ എത്തുമ്പോഴേ ഞാൻ സിനിമാക്കാരനാവൂ എന്നുള്ളതൊന്നുമില്ല. ഞാൻ എന്ന് ഒരു ഓഡിഷന് പോയി തുടങ്ങി അന്ന് മുതൽ ഞാൻ സിനിമാക്കാരനാണ്. അത് ഞാൻ അതുകൊണ്ട് പക്ഷേ സിനിമയിൽ എത്തി എന്നതിന് അർത്ഥമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. പിന്നെ ഈ നിമിഷം വരെയും എനിക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം എൻ്റെ കൂടെ ഉണ്ട്. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ, വളരെ 8ാമത്തെ വയസ്സിലാണ് ഞാൻ, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമത്തെ ഒരു ഓഡിഷന് പോകുന്നത്. ഈ അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു വീട്ടിൽ ഒരു വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിലുള്ള ആളാണ് ഞാൻ. അച്ഛനൊരു പലചരക്ക് കട ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഈ കടക്കാരനായി അച്ഛൻ വലിയൊരു കടക്കാരനായിട്ട് മാറിയപ്പോൾ പിന്നെ അത് ക്ലോസായി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലൊക്കെ. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തിലെയും വരുമാനമാണ് ഞങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ വീടിൻ്റെ ചിലവിനുള്ള കാശൊക്കെ. അപ്പോൾ ആ മൊമെൻറ്റിൽ പോലും ഞാൻ ആദ്യമായിട്ട് പത്രത്തിൽ ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരു പരസ്യം കണ്ടിട്ട് അച്ഛാ എനിക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ കട അടച്ചിട്ട് കൊണ്ടുപോകും എന്നൊരു ചോദ്യം ചോദിക്കാത്ത എൻ്റെ അച്ഛൻ, അവിടെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സപ്പോർട്ടിങ് എനിക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിക്ക് ആ ചെറിയ പ്രായത്തിൽ മനസ്സിലായത് അവിടെയാണ്. ഒരിക്കലും എടാ ഇനിയിപ്പോൾ കടയിൽ വേറെ ആരുമില്ല, നിൽക്കാൻ ആളില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ആവട്ടെ എന്ന് പറഞ്ഞില്ല അച്ഛൻ. അല്ലെങ്കിൽ എങ്ങനെ കട അടച്ചിട്ടിട്ട് പോകുമെന്ന് ചോദിച്ചില്ല എൻ്റെ അച്ഛൻ. അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ വീട്ടിൽ അമ്മയോടും അച്ഛനോടും പറഞ്ഞപ്പോൾ ഒരു എതിർപ്പും പറയാതെ എന്നെ കൊണ്ടുപോയി. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റർ എൻ്റെ കൂടെയുണ്ട്. ഒരു കാര്യത്തിനും ഈ നിമിഷം വരെ എൻ്റെ വീട്ടുകാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, മീൻസ് എതിരെ നിന്നിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാവട്ടെ, എൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. മനോജ് എബ്രഹാം സാറാവട്ടെ, അജിത് സാറാവട്ടെ, അല്ലെങ്കിൽ സന്തോഷ് സാറാവട്ടെ. എൻ്റെ ACPമാരാണ് സന്തോഷ് സാറും സുൽഫിക്കർ സാറൊക്കെ. അപ്പോൾ ഇവരെ കൂടെയൊക്കെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ തന്നെ സിനിമാ ബന്ധങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ, പോലീസുകാരെല്ലാവരും അവരുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ഷൂട്ടിന് പോകാനായിട്ട്. എനിക്ക് തരാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ലീവായിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. എൻ്റെ ഹയർ ഓഫീസേഴ്സ് എനിക്ക് മാക്സിമം തരാവുന്ന എനിക്ക് പെർമിഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. പല ഡ്യൂട്ടിയുടെയും ടൈം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇതുവരെയും ജോലി ചെയ്ത എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ, ഞാൻ ലോങ് ലീവ് എടുത്തതിന് എൻ്റെ അമ്മയോ എൻ്റെ വീട്ടുകാർ ആരും ഈ നിമിഷം വരെയും, ലീവ് എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ അറിയുന്നത് തന്നെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സിനിമ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഞാനങ്ങ് ലീവ് എടുത്തു. അപ്പോൾ എന്താ ജോലിക്ക് പോകാത്തതെന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പം എല്ലാം രണ്ടും കൂടെ നടക്കണ പോലില്ല. അപ്പോൾ പറഞ്ഞു അപ്പോൾ സിനിമയ്ക്ക് വേറെ സിനിമയൊന്നും ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴും അയ്യോ എന്ത് ചെയ്യും എന്ന് തിരിച്ച് ചോദിച്ചിട്ടില്ല എൻ്റെ വീട്ടുകാരും തന്നെ. സോ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കോളിനപ്പുറത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ഒത്തിരി കൂട്ടുകാരെനിക്കുണ്ട്. പല സൗഹൃദങ്ങളും എന്നെ സിനിമയ്ക്കകത്തും പുറത്തും എന്നെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ ഈ പറഞ്ഞ പോലെ ഒരു പവർ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നൊരു പവർ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെയാണ്, അത് ഉണ്ട് എനിക്ക് അങ്ങനൊരു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലുമൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം സംഭവിച്ച ഈ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്നെ ഈ സിസ്റ്റം മൊത്തത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സോ ഞാൻ ഹാപ്പിയാണ്. അത് ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ പോകും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഏട്ടാ, അപ്പോൾ ഇനിയും മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ. പോരാ, തമിഴും എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് മലയാളത്തിൽ നിർത്തിക്കളരുത് പ്ലീസ്. ഓക്കെ, ഇനിയും ഒരുപാട് സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.